മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മളെപ്പറ്റി അസൂയ ഉണ്ടാക്കുന്ന 10 കാര്യങ്ങൾ. ആ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ആരോടും ആ കാര്യങ്ങൾ പറയരുത്. അപ്പോൾ ആരോടും ഷെയർ ചെയ്യാൻ പാടില്ലാത്ത, ആരോടും പറയാൻ പാടില്ലാത്തൊരു 10 കാര്യങ്ങൾ കേട്ടാലോ? ഏതൊക്കെയാണെന്ന്. ഹൃദയം വിശാലമാവാനും ഹൃദയത്തിൽ കാരുണ്യമുണ്ടാവാനും ഹൃദയം മരിക്കാതെ ഇബാദത്തുകൾക്ക് മടിയില്ലാതെ ഉഷാറും ഉന്മേഷവും ഉണ്ടാവാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്റിനെ പറ്റി വിശാലമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ, നമുക്ക് എല്ലാവിധ നന്മയും തരട്ടെ. ഈ വീഡിയോ നിങ്ങൾ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമുക്കൊക്കെ ഒരു ഹൃദയമുണ്ട് അല്ലേ? എനിക്ക് ഹൃദയമുണ്ട്, നിങ്ങൾക്ക് ഹൃദയമുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്രമാത്രം തെറ്റുകൾ ചെയ്യുന്നു അത്രമാത്രം നമ്മുടെ ഹൃദയം ഇങ്ങനെ കറുത്തു വരുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഹൃദയം ഈമാൻ കൊണ്ട് നിറയാനും ഹൃദയം പ്രകാശിക്കാനും ഹൃദയം മരിച്ചു പോവുക, അങ്ങനെ പറയാറുണ്ട്. ഹൃദയം മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഒരു ഈമാനില്ല, ഇഖ്ലാസ് ഇല്ല, ഇബാദത്ത് ചെയ്യാൻ തോന്നുന്നില്ല, അള്ളാനെ പേടിയില്ല, മരണത്തെപ്പറ്റി ചിന്തയില്ല, അങ്ങനെ എന്താ പറയുക, ഒരു നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയാണ് ഹൃദയം മരിച്ചു പോവുക എന്നുള്ളത്. അപ്പോൾ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവാനും തഖ്വയുണ്ടാവാനും നല്ല സൂക്ഷ്മതയുണ്ടാവാനും ജീവിതത്തിൽ നല്ല ബറക്കാത്തുകൾ ഉണ്ടാവാനും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ചെറിയൊരു ദിക്ർ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരാം. അതായത് മഹാനായ അബൂബക്കർ ബിൻ മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഞാൻ ഒരിക്കൽ കിടന്നുറങ്ങുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. അപ്പം ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ഹബീബേ, എൻ്റെ ഹൃദയം മരണപ്പെട്ടു പോവുകയാണ്, എൻ്റെ ഹൃദയത്തിൽ ഒരു ഈമാനികമായ ആവേശം വരുന്നില്ല, ഒരു ഹൃദയത്തിൽ തഖ്വ വരുന്നില്ല, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ദിക്ർ 40 പ്രാവശ്യം ചൊല്ലിയാൽ ഹൃദയം മരിക്കില്ല, ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാകും, ഹൃദയത്തിൽ വലിയ എന്താ പറയുക തഖ്വയുണ്ടാകും, സൂക്ഷ്മതയുണ്ടാകും, ഹൃദയം പ്രകാശിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ ആ ദിക്ർ? ഒരു 4 പ്രാവശ്യം പറഞ്ഞാലോ? ഒരു ദിവസം 40 വട്ടം പറയണമെന്നാണ് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്, നബി തങ്ങൾ ഹദീസിൽ പഠിപ്പിച്ചത്. നമുക്ക് ഒരു 4 വട്ടം പറഞ്ഞാലോ? ഒന്ന് പറഞ്ഞേ. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, പറഞ്ഞ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിന്റെ അഴുക്കുകളും നീ മാറ്റിത്തരണേ അല്ലാ. ഹൃദയം നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. ഹലാലായ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ആരോടും ഒരു അസൂയയില്ലാത്ത കുശുമ്പില്ലാത്ത നല്ല ഒരു മനസ്സാക്കി, നല്ല ഒരു ഹൃദയമാക്കി ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ഹൃദയത്തെ നീ മാറ്റണേ അല്ലാ. അല്ലേ, മനസ്സ്, നമ്മുടെ ഹൃദയം നശിച്ചു പോകുന്ന ഏറ്റവും വലിയ ദുസ്വഭാവമാണ് അസൂയയുണ്ടാവുക, കുശുമ്പുണ്ടാവുക, മറ്റുള്ളവരോട് ദേഷ്യമുണ്ടാവുക. ഈ ദേഷ്യവും കുശുമ്പും അസൂയൊക്കെ വന്നാൽ നമ്മൾ ഹൃദയം മരിച്ചു പോകും, നമ്മൾ തന്നെ രോഗികളായി മാറും, ഒരു സന്തോഷമില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു കാക്കുമാറാവട്ടെ. നമുക്ക് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു 10 കാര്യം. 10 കാര്യങ്ങൾ ഒരു മനുഷ്യൻ ഒഴിവാക്കേണ്ടതാണ്. 10 കാര്യം ഒരാൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയില്ല എങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ അവനെപ്പറ്റി അസൂയയുണ്ടാകും. മറ്റുള്ളവരുടെ മനസ്സിൽ അസൂയ ഉണ്ടാകുന്ന 10 കാര്യങ്ങൾ. ഈ 10 കാര്യം എന്തായാലും നമ്മൾ ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഒരുപാട് കണ്ട് ചർവണം നടത്തിയ, പഠനങ്ങൾ നടത്തിയ, മനനം നടത്തിയ ഒരുപാട് മഹത്തുക്കൾ മശായിഖന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. അൽ ഐനു ഹഖ്ഖുൻ വലൗ കാന ശൈഉൻ സാബഖൽ ഖദർ ലസബഖഹുൽ ഐൻ. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്, അസൂയ സത്യമാണ്. ഈ കണ്ണേർ ഉണ്ടാകുന്നത് അസൂയയിൽ നിന്നാണെന്നാണ്. ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു നല്ല ഒരവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ, അവനിക്കെന്താ അങ്ങനെ കിട്ടിയത്, അവനിക്കെന്താ അത് കിട്ടിയത്, എനിക്ക് കിട്ടിയില്ലല്ലോ, അവനിക്ക് മാത്രം കിട്ടിയല്ലോ, അങ്ങനെ ഒരാൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണേർ ഏൽക്കുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവിധ കണ്ണേറിൽ നിന്നും നമ്മളെ കാക്കട്ടെ. അപ്പോൾ 10 കാര്യം ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും നമ്മൾ തുടങ്ങുന്ന സംരംഭം, നമ്മുടെ ബിസിനസ്,
അതൊക്കെ നമ്മൾ പരസ്യപ്പെടുത്തൽ പരമാവധി ഉപേക്ഷിക്കണം. എന്ന് വെച്ചാൽ പുസ്തകം പരസ്യങ്ങൾ കൊടുക്കണ്ടേ, മറ്റുള്ള എല്ലാവരും അറിയണ്ടേ ഞാൻ ഇങ്ങനെ ഒരു കമ്പനി നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞോട്ടെ. പക്ഷേ ഇവിടെ പറഞ്ഞത് നമ്മളൊരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങണം, ഒരു തുണിക്കട തുടങ്ങണം, ഒരു ടെക്സ്റ്റൈൽ തുടങ്ങണം എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അത് നമ്മൾ ആഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ തന്നെ എല്ലാവരോടും വിളിച്ച് അഭിപ്രായം ചോദിക്കുക, എല്ലാവരോടും വിളിച്ച് അറിയിക്കുക, അത് പാടില്ല. നമ്മൾ ഒന്നോ രണ്ടോ ആളുകളോട്, നമുക്ക് വിശ്വാസമുള്ള ആളുകളോട് പറയുക ഇങ്ങനെ ഒരു താല്പര്യമുണ്ട്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ തന്നിട്ട് നമ്മളത് പതിയെ സ്റ്റാർട്ട് ചെയ്യുക, നമ്മളത് തുടങ്ങാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. എന്നിട്ടേ നമ്മൾ മറ്റുള്ളവരോട് പറയാവൂ. കാരണം എന്താണ്, ഹാസ്യങ്ങൾ, അസൂയയുള്ള ആളുകൾ നമ്മളൊരു നല്ല കാര്യം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ അസൂയയുള്ള ആളുകൾ, മനസ്സിൽ കുശുമ്പുള്ള വൈരാഗ്യമുള്ള ആളുകൾ നമ്മൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പല വഴിയും നോക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മളൊരു സംരംഭം ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അത് പരസ്യപ്പെടുത്താൻ നിൽക്കരുത്. അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക, എല്ലാം ഒന്ന് പ്രൊസീജിയറൊക്കെ അതൊന്ന് ശരിയായിട്ട് വേണം നമ്മൾ പരസ്യപ്പെടുത്താൻ. അതല്ലാതെ ഒരു മാസം മുമ്പേ നമ്മൾ അനൗൺസ്മെന്റ് ചെയ്തിരുന്നാൽ ചിലപ്പോൾ അത് നടക്കാതെ പോവാൻ സാധ്യതയുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും തങ്ങളുടെ കിടപ്പറ രഹസ്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. ഭാര്യയുടെ കൂട്ടുകാരികളോടോ ഭർത്താവിൻ്റെ കൂട്ടുകാരന്മാരോടോ അവരുടെ മണിയറ രഹസ്യങ്ങൾ, കിടപ്പറ രഹസ്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ശർറന്നാസി ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഷർറായ ആളെന്ന് പറഞ്ഞാൽ അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നവനാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളോട് അസൂയ ഉള്ള ആളുകൾക്കും ഇല്ലാത്തവർക്കും നമ്മളോട് വലിയ രൂപത്തിൽ പകയുണ്ടാവാൻ വരെ അത് കാരണമാകും. അള്ളാഹു കാക്കട്ടെ. മൂന്നാമത്തെ കാര്യം, ഒരിക്കലും മറ്റുള്ളവരോട് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ പറയരുത്. എനിക്ക് അവിടെ നിന്ന് ഇത്ര ശമ്പളം കിട്ടുന്നുണ്ട്, ഇവിടെ നിന്ന് കാശ് കിട്ടുന്നുണ്ട്, അവിടെ നിന്ന് ഇത് കിട്ടുന്നു, അവിടെ നിന്ന് ലാഭം കിട്ടുന്നു, ഇതിങ്ങനെ പറഞ്ഞു നടക്കരുത്. കാരണം മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെപ്പറ്റി അസൂയ ഒരുപാടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നാലാമത്തെ കാര്യം, മോശപ്പെട്ട സ്വപ്നങ്ങൾ. ഒരാൾ മരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് മരിക്കുന്നതായിട്ട് ഒക്കെ സ്വപ്നം കണ്ടാൽ അതിങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കരുത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾക്കൊരു അപകടം സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം സംഭവിക്കുന്നു, അതൊക്കെ സ്വപ്നത്തിൽ കാണാമല്ലോ. നമുക്കൊരു കുറച്ച് പൈസ കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരാൾ നമ്മളെ സഹായിക്കുന്നു, വീട് കിട്ടുന്നു, അങ്ങനെയൊക്കെ നമ്മളൊരു സ്വപ്നം കണ്ടാൽ, അത് മോശപ്പെട്ടതാവട്ടെ നല്ലതാവട്ടെ, സ്വപ്നം കണ്ടാൽ അതിങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് നടക്കാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യമാണ്, നമുക്കുള്ള ചില കുറവുകളുണ്ട്, നമുക്കുള്ള കുറവ്, നമ്മുടെ ദൗർബല്യങ്ങൾ, നമ്മുടെ രഹസ്യങ്ങൾ, അതൊക്കെ ഇങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് നടക്കരുത്. അതെന്താ, മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെപ്പറ്റി അസൂയയുണ്ടാവാൻ കാരണമാണ്. അല്ലേ? ശത്രുവിനെ ഒരു പ്രാവശ്യം സൂക്ഷിച്ചാൽ മതി, പക്ഷെ കൂട്ടുകാരനെ 1000 വട്ടം സൂക്ഷിക്കണമെന്നാണ്. കാരണം നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന കൂട്ടുകാരന് അവൻ നമ്മളോട് തെറ്റിയാൽ പിന്നെ നമ്മുടെ എല്ലാ രഹസ്യവും അത് പരസ്യമാകും. അതുകൊണ്ട് ആരോടും നമ്മുടെ രഹസ്യങ്ങൾ പരസ്യമാക്കാൻ നിൽക്കരുത്. പിന്നെ ആറാമത്തേത്, നന്മയായ കാര്യങ്ങൾ കൂടുതൽ പരസ്യപ്പെടുത്തണ്ട. ഞാൻ ഇന്നലെ തഹജ്ജുദിന് എഴുന്നേറ്റപ്പോഴേ ഒന്നുമില്ല, തഹജ്ജുദിന് എഴുന്നേറ്റു എന്ന് ആളുകളെ അറിയിക്കണം. അതിനുവേണ്ടി പറയുന്നത്, ഞാൻ ഇന്നലെ തഹജ്ജുദിന് എഴുന്നേറ്റ് ഉദു എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ഒരു പാമ്പിനെ കണ്ടു. അവിടെ പാമ്പിനെ കണ്ടതല്ല വിഷയം, തഹജ്ജുദിന് എഴുന്നേറ്റു. റമദാനിൽ 5 ഖത്തമോദി. ഞാൻ ഉംറക്ക് പോയപ്പോൾ ഞാൻ 7 ഉംറ ചെയ്തു. ഇതിങ്ങനെ പറഞ്ഞു നടക്കരുത്. ഞാൻ അയാൾക്കൊരു 10,000 രൂപ സ്വതക്ക് കൊടുത്തു, അതിങ്ങനെ പറഞ്ഞു നടക്കരുത്. അല്ലേ? അങ്ങനെ പറഞ്ഞു നടന്നാൽ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെപ്പറ്റി അസൂയ ഉണ്ടാകും. അതുവഴി വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങൾ, പിണക്കങ്ങൾ അത് പരസ്യപ്പെടുത്തരുത്. ഇപ്പോൾ ഭർത്താവ് ഭാര്യമാർ എന്തെങ്കിലും പറഞ്ഞ് പിണങ്ങുമല്ലോ, ആ പിണക്കം ഇങ്ങനെ, ഞാൻ അവളോട് പിണക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇക്കാനോട് പിണക്കത്തില്ല, അങ്ങനെ പിണക്കമായത് തെറ്റിക്കിടക്കുന്നത് അതിങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് നടക്കുക, അതൊരിക്കലും പാടില്ല. അതുപോലെ 8ാമത്തേത്, ചെയ്തു പോയ തെറ്റുകൾ ഉണ്ടാകും, പാപങ്ങൾ ഉണ്ടാകും, അബദ്ധങ്ങൾ, അതും നമ്മളിങ്ങനെ പറഞ്ഞു നടക്കും. ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്,
ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരാളെ പ്രേമിച്ചിട്ടുണ്ട്, ആ പഴയ കാലത്തെ കഥകൾ, ചെയ്തു പോയ തെറ്റുകൾ അതിങ്ങനെ പരസ്യപ്പെടുത്തി കൊണ്ട് നടക്കൽ അത് വളരെ മോശപ്പെട്ടൊരു സ്വഭാവമാണ്. അതുപോലെ തന്നെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, എനിക്ക് 25,000 അവിടെ നിന്ന് കിട്ടും, എനിക്ക് 50,000 ഇവിടെ നിന്ന് കിട്ടും, 1,00,000 അവിടെ നിന്ന് കിട്ടും, അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും, അതൊക്കെ ഇങ്ങനെ പരസ്യപ്പെടുത്തി കൊണ്ട് നടക്കരുത്. അതും നമുക്ക് അസൂയ, മറ്റുള്ളവരുടെ അസൂയ ഇങ്ങനെ കിട്ടാൻ കാരണമാണ്. അസൂയ ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയാൽ അത് വല്ലാത്ത പ്രശ്നമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി അസൂയൊന്നും ഉണ്ടാവാതിരിക്കാൻ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ അസൂയ ഏൽക്കാതിരിക്കാൻ, അതുപോലെ കണ്ണേർ ഏൽക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ദുആയുണ്ട്. എന്താണത്? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. പഠിച്ചു വെച്ചോ, ഏതാണ്? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഈ ദുആ ഇങ്ങനെ അധികരിപ്പിക്കുക, ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേട്ടം, അസൂയ ഉള്ളവരിൽ നിന്നുള്ള കാവലുണ്ടാകും. അല്ലാഹു തആല തൗഫീക്ക് തരട്ടെ. അതുപോലെ തന്നെ അവസാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയുകയാണ്, നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളുടെ വില പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാകും, വാച്ച് ഉണ്ടാകും, നമ്മുടെ വസ്ത്രം, ചെരുപ്പ്, അല്ലേ, ഇതൊക്കെ ഇത് കണ്ടോ, ഈ ചെരുപ്പ് കണ്ടോ, 1000 രൂപയുടെ ഷൂവാ, വാച്ച് കണ്ടോ, ഇത് 25,000 രൂപയുടേതാ, ഉടുപ്പ് കണ്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ പല സഹോദരിമാരൊക്കെ പറയും, പെണ്ണുങ്ങൾ, സ്ത്രീകൾ സംസാരിക്കുന്നത് മേക്കപ്പിനെ പറ്റിയാണ്. ഇത് കണ്ടോ, 3000 രൂപയുടെ ഫേഷ്യലാണ്. ചിലപ്പോൾ നമ്മൾ പറയുന്ന ആൾക്ക്, അയാൾക്കൊരു അരി വാങ്ങാൻ പോലും ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. അവരോടാണ് നമ്മൾ ഫേഷ്യലിൻ്റെ കാര്യം പറയുന്നത്. അത് 3000 രൂപയുടെ, ഇത് 4000 രൂപയുടെ, അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് ഇട്ടത്, ഞാൻ ഡ്രസ്സ് ഇട്ടത് 15,000 രൂപയുടെ ഡ്രസ്സാണ് ഞാൻ അന്ന് ഇട്ടത്. അതുപോലെ തന്നെ പെണ്ണുങ്ങളും ആണുങ്ങളും, പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ എന്താണ് വലിയൊരു ഹുങ്ക് കാണിക്കുന്നൊരു മേഖലയാണ് ഫോണിൻ്റെ മേഖല, അല്ലേ. ഇതുണ്ടോ, ഈ ആപ്പിൾ ഫോൺ കണ്ടോ, ഇത് 1,00,000 രൂപയുടേതാ, ഇത് 85,000 രൂപയുടേതാ, ഇതെനിക്ക് ഗൾഫിൽ നിന്ന് മച്ചാ കൊണ്ടുവന്ന് തന്നതാ. ഇതിങ്ങനെ ഫോണിൻ്റെ കാര്യം പറഞ്ഞ് ഹുങ്കടിക്കുന്ന ആളുകളുണ്ട്, ഡംബ് കാണിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ മറ്റുള്ള അവൻ്റെ കയ്യിലിരിക്കുന്ന ചിലപ്പോൾ എന്താണ് 10,000 രൂപയുടെ ഫോണായിരിക്കും. അപ്പോൾ അവൻ്റെ മനസ്സിൽ ചെറിയൊരു അസൂയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിഷമം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വർത്തമാനം കൊണ്ട് മറ്റൊരാൾക്ക് വിഷമമുണ്ടായാൽ അത് തിരിച്ച് നമുക്ക് തന്നെയാണത് നമുക്ക് പ്രശ്നമുണ്ടാവുക. ചില ആളുകൾ മക്കളെ കൊണ്ട് എന്താവും ഇസ്സത്ത് എടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, എൻ്റെ മോനിക്കാണ് സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് ഉള്ളത്. അത് നമുക്കറിയാം, ഇന്ന ആൾക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടെന്നറിയാം. പക്ഷെ അത് നമ്മൾ ചെല്ലുന്ന എല്ലാ സ്ഥലത്തും അതിങ്ങനെ പരസ്യപ്പെടുത്തി പറയും, കാരണം എൻ്റെ മോനിക്കാ ഫസ്റ്റ് റാങ്ക്, എൻ്റെ മോനിക്കാ ഫസ്റ്റ് റാങ്ക്, എൻ്റെ മോൾക്കാ 1ാം റാങ്ക്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ അത് നമുക്കും കേടാണ്, നമ്മുടെ മക്കൾക്കും കേടാണ്. ഇങ്ങനെ നമ്മുടെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളിങ്ങനെ ഹുങ്ക് കാണിക്കാൻ, ഡംബ് കാണിക്കാൻ, അഹങ്കാരത്തിൻ്റെ ചില വർത്തമാനങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് തന്നെയാണ് തിരിച്ചടിയായി വരുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ അഹങ്കരിക്കുന്ന അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഇടങ്ങേറ്. അപ്പോൾ നമ്മൾക്കുണ്ടായിട്ടുള്ള നിഅമത്ത് കൂടുതൽ ആരോടും അങ്ങനെ പറയേണ്ടെന്നാണ്. നമ്മളും നമ്മുടെ കുടുംബം അറിയട്ടെ. കൂടുതൽ ഇങ്ങനെ പരസ്യപ്പെടുത്തി നടന്നാൽ അത് മറ്റുള്ളവരുടെ മനസ്സിൽ അസൂയ ഉണ്ടാകും. ആ അസൂയ നമുക്ക് തന്നെയാണത് ദോഷകരമായി ബാധിക്കുക. അതുകൊണ്ട് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ആ ഒരു ദിക്ർ ഇങ്ങനെ എപ്പോഴും അധികരിപ്പിക്കുക. മറ്റുള്ളവരുടെ മോശപ്പെട്ട വാക്കുകളിൽ നിന്നും, അസൂയ, കുശുമ്പിൽ നിന്നെല്ലാം രക്ഷ കിട്ടാൻ ഈ ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. 10 സ്വഭാവം നമ്മൾ ഉണ്ടെങ്കിൽ അത് മാറ്റണം. 10 കാര്യങ്ങൾ നമ്മൾ പരസ്യപ്പെടുത്തിയാൽ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെപ്പറ്റി അസൂയ ഉണ്ടാകും. അതുണ്ടായാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ആരോടും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ വിശദമായി പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയം, അല്ലേ, ആ ഹൃദയം വിശാലമാവാൻ, ഹൃദയത്തിൽ ഈമാനിൻ്റെ പ്രഭയുണ്ടാവാൻ, ഹൃദയം മരിക്കാതിരിക്കാൻ, അല്ലേ, ഒരുപാട് നന്മയും ഒരുപാട് കാരുണ്യമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ, എല്ലാവിധ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ അബൂബക്കർ ബിൻ മുഹമ്മദ് അലി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു കൊടുത്ത പുണ്യമായ ഒരു ദിക്ർ നമ്മൾ പറഞ്ഞു, അല്ലേ. ആ ദിക്ർ നമുക്കൊരു 5 പ്രാവശ്യം പറഞ്ഞാലോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരട്ടെ, പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരട്ടെ, നമ്മുടെ ഹലാലായ ഒരുപാട് ഉദ്ദേശങ്ങൾ അതെല്ലാം അല്ലാഹു നിർവഹിച്ച് തരുമാറാവട്ടെ. ആമീൻ. ഒരു 5 പ്രാവശ്യം നമുക്കൊന്ന് ഒന്നിച്ചു പറഞ്ഞാലോ. യാ ഹയ്യൂ യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യൂ യാ ഖയ്യൂം
ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു, ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്. എല്ലാവരുടെയും വിഷമ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റണേ അല്ലാഹ്, സങ്കടങ്ങൾ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ ക്ലാസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാകും. ആ കാര്യങ്ങൾ മറ്റുള്ളവരും കൂടി അറിയട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.